ഈ വർഷത്തെ എക്സാംസ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന നമ്മുടെ മുൻപിലോട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ OIC ലെയോടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ടാണ്? ഇത് OIC എന്ന് പറഞ്ഞ ഒരു പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ അവിടുന്ന് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല നല്ലൊരു സാലറി പാക്കേജ് നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം? എക്സാം അപ്ലൈ ചെയ്യണം, പോയി എഴുതണം. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അപ്പൊ ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിസംബർ 2025 ആണ്. അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം 15-ാം തീയതി വരെ ഉള്ളൂ. അപ്പൊ ആരും അവസാന നിമിഷം പോയി എക്സാം അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം കൊടുക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും പോയി എഴുതണം. അപ്പൊ അതിന്റെ പ്രിലിംസിന്റെ ഡേറ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത വർഷമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമുക്കിനി ഒരു മാസം കൂടെ ഉള്ളൂ. 2026 ജനുവരി 10-നാണ് എക്സാം വരുന്നത്. അപ്പൊ ഒരു മാസം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ വിചാരിക്കും ഒരു മാസം അല്ലേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കേണ്ട. കാര്യം ഇതിന്റെ സിലബസ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ, അപ്പൊ തീർച്ചയായിട്ടും പോയി എഴുതാം. കാര്യം ഇതൊരു ബാങ്കിങ്ങിന്റെ അതേ പ്രോപ്പർ സിലബസിലും പ്രോപ്പർ പാറ്റേണിലും വരുന്ന എക്സാം ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റൂടെ. കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങൾ IBPS PO എഴുതി, SBA PO എഴുതി, IBPS ക്ലർക്ക് എഴുതി, SBA ക്ലർക്ക് എഴുതി. ഇതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. പിന്നെ ഒരു ഓഫീസർ സ്കെയിൽ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വേരിയേഷൻ പ്രതീക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കത്തില്ല. നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക? ഒരുപാട് സോഴ്സിൽ OIC-യുടെ എയോടെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ പോയി എഴുതുക, എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റ് എഴുതുക. ഈ ഒരു കാര്യം മാത്രം ഇനി ഒരു മാസം ചെയ്യുക. ഇപ്പം RRB ക്ലർക്ക് നമ്മുടെ മുൻപിലുണ്ട്. അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക? OIC-യുടെ എയോടെ മോക്ക് ടെസ്റ്റ് കൂടി എഴുതുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കിക്കേ, മെയിൻസിന്റെ ഡേറ്റ് എന്നാ വന്നിരിക്കുന്നത്? 2026 ഫെബ്രുവരി 28-നാണ് എക്സാം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനും സമയമുണ്ട്. എസ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വർഷം ബാങ്ക് എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫെയർ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതൊന്ന് റിവിഷൻ ചെയ്താൽ മതി, അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതി. നമ്മുടെ കയ്യിൽ സമയമില്ലേ? അപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഈ ഒരു ഡേറ്റ് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. പ്രിലിംസ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ സെയിം ബാങ്ക് എക്സാം, അതായത് SBA ക്ലർക്ക്, IBPS ക്ലർക്ക്, SBA PO, IBPS PO അതേ പാറ്റേൺ അല്ലേ? നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയുണ്ട്? ഇംഗ്ലീഷ്, റീസണിങ്, QA ഇല്ലേ? സമയം ടോട്ടൽ എത്ര മാർക്ക് ആയിരിക്കും? ഇംഗ്ലീഷിന് ടോട്ടൽ 30 മാർക്ക്, റീസണിങ്ങിനും QAയ്ക്കും 35. ഇനി ടൈം നോക്ക്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് 20 മിനിറ്റ് വെച്ചിട്ട്. ടോട്ടൽ എത്ര മിനിറ്റ് ആയിരിക്കും? ടോട്ടൽ 60 മിനിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ 1 അവർ ആയിരിക്കും. നമുക്ക് ടോട്ടൽ മാർക്ക് സെക്യൂർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റുന്നത് 100 മാർക്ക് ആയിരിക്കും. അപ്പൊ ഇത് എവിടെ കണ്ടിട്ടുണ്ട്? ബാങ്ക് എക്സാംസിന്റെ അതേ പാറ്റേൺ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എക്സാം അപ്ലൈ ചെയ്യുക, പോയി എഴുതുക. ഈ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ മെയിൻസിന്റെയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ 2 പോസ്റ്റുകളുണ്ട്. ഒന്ന് ജനറലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഹിന്ദി ഓഫീസറും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ജനറലിസ്റ്റ് അപ്ലൈ ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻസിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ മെയിൻസിന്റെ തന്നെ ആണ്, നമ്മുടെ ബാങ്കിങ് മെയിൻസിന്റെ തന്നെ എന്തൊക്കെയുണ്ട്? റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഏതൊക്കെയാ? കറണ്ട് അഫെയറും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സും. ഇനി അടുത്ത ഏതാ? നമ്മുടെ സ്വന്തം QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഒരാളും കൂടെ എക്സ്ട്രാ വരും, കമ്പ്യൂട്ടർ നോളജ്. അതാണെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് പഠിക്കാൻ. നമുക്ക് തീർച്ചയായിട്ടും ഫുൾ ഔട്ട് ഓഫ് ഫുള്ളും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണ്ടേ. പക്ഷെ ഒരാളും കൂടി ഇവിടെ വരും. ആരാ? ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, essay റൈറ്റിംഗും പ്രിസൈസ് റൈറ്റിംഗും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മെയിൻസിന് 2 മാസം ഉണ്ട്, പ്രിലിംസിന് 1 മാസം ഉണ്ട്. അപ്പം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? ദ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക, എഡിറ്റോറിയൽ വായിക്കുക, അതിന്റെ സമ്മറി ഒക്കെ എഴുതി പഠിക്കുക. യൂട്യൂബിലൊക്കെ ഒരുപാട് സോഴ്സുകൾ നമുക്ക് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് എസ്സേ എഴുതുന്നത്, എങ്ങനെയാണ് പ്രിസൈസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തില്ലേ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ഒരു 2 മാസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അടുത്ത വർഷത്തെ IBPS PO, SBA PO പോലുള്ള എക്സാംസിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്കൊരു തുടക്കം, നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു തുടക്കമായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിന് എടുക്കുക. അപ്പൊ പുതുതായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും. എസ്പെഷ്യലി ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് പോലുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്ക് ഇവിടെ ആഡ് ആവത്തില്ല. ഇതൊരു ക്വാളിഫയിങ് നേച്ചർ ആണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്ക് നമുക്ക് ടോട്ടൽ മാർക്കുമായിട്ട് ആഡ് ചെയ്തിട്ടല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവിന് ഒരു ക്വാളിഫയിങ് നേച്ചർ ആണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മിനിമം കട്ട് ഓഫ് ആണ് നമുക്ക്. അതായത് ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിഫൈ ചെയ്യണം. അത് കമ്പൽസറി ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം തന്നിരിക്കുന്നത് ടോട്ടൽ 30 മിനിറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. നമുക്ക് അവിടെ 30 മാർക്ക് കിട്ടും. അപ്പൊ എസ്ഐക്ക് 20 മാർക്കും അതുപോലെ പ്രിസൈസ് റൈറ്റിംഗിന് 10 മാർക്കാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
രണ്ട് സെക്ഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ഇതിന്റെ ബെനിഫിറ്റ് ഈ ഒരു എക്സാംസ് കൊണ്ട് ഒതുങ്ങുന്നില്ല. നമുക്കിനി IBPS-PO 2026 IBPS-PO SBA-PO ഈ ഒരു എക്സാംസ്, ഇനി അതുപോലെ തന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകൾ ഇൻഷുറൻസ് ഫേമിലും 2026 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കല്ലേ അഡ്വാൻറ്റേജ് വരുന്നത്. ഇപ്പൊ നമ്മൾ അവസാന നിമിഷം പ്രിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നിലോട്ടായി പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ തുടങ്ങാം. ഓക്കെ ആണല്ലോ. ഇനി പറയാനുള്ളത് കാര്യം, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്. അപ്പം ഇത്രയുമാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ മുൻപിൽ ഇനി RRB ക്ലർക്ക് ഫിലിംസ് എക്സാം ആണ് ഡിസംബർ 6, 7, 13, 14. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരും, അതായത് മെയിൻസ് എക്സാം ഉണ്ട് തീർച്ചയായിട്ടും. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതും കോംപ്ലിമെന്റിങ് കാര്യം, ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കിക്കേ, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ഇല്ലാന്നൊരു വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ RRB ക്ലർക്കിന്. ബാക്കിയെല്ലാം എവിടെ വരുന്നതാ, RRB ക്ലർക്ക് മെയിൻസിന് വരുന്നതല്ലേ, അല്ലെങ്കിൽ RRB POക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇത് ബെനിഫിറ്റ് ആവത്തില്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഇനി ഇതിനകത്ത് വേക്കൻസിയെ പറ്റിയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് പറയണം. കാര്യം ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 300 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ OIC ലെയുടെ ടോട്ടൽ വേക്കൻസി 300 ആണ്. അതിൽ ജനറലിസ്റ്റിന് വേണ്ടി 285 വേക്കൻസി ഉണ്ട്. അതുപോലെ ഹിന്ദി രാജഭാഷ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിന് 15 പോസ്റ്റും അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഗ്രാജുവേഷനിലൊക്കെ ഹിന്ദി എടുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹിന്ദി പഠിച്ച ആൾക്കാർക്കൊക്കെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 285 വേക്കൻസി അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ആ 285 ഒരു സീറ്റ് മതി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അയ്യോ 285 വേക്കൻസി അല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് എന്താ വേണ്ടത്, ബാക്കി 284 വേക്കൻസി ആൾക്കാരൊക്കെ 284 സീറ്റൊക്കെ വേറെ ആൾക്കാരെടുത്തോ, അതിലൊരു സീറ്റ് എനിക്ക് മതി, ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിനുവേണ്ടി കഷ്ടപ്പെട്ടാലും പഠിക്കും. ഈ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ഇനി 10 വേക്കൻസി ആണെങ്കിൽ നമ്മൾ എഴുതിയെടുക്കും. എടാ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 10 വേക്കൻസി ഉള്ള എക്സാം ഒന്നും ആരും എടുക്കാതിരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിലും ആൾക്കാർ എഴുതിയെടുക്കുന്നുണ്ട്. കാര്യം എന്താ, അവർ അതുപോലെ കോമ്പറ്റീഷനെ തരണം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതിയെടുത്തുകൂടാ? അപ്പൊ ഈ ഒരു മെന്റാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ, എസ്പെഷ്യലി ജനറലിസ്റ്റ് ഓഫീസർ ആണെങ്കിൽ നമുക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എനി സ്ട്രീം ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് നമുക്ക് ഗ്രാജുവേഷൻ നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ PG ഉണ്ടെങ്കിൽ നല്ല കാര്യം. അപ്പൊ PG കമ്പൽസറി അല്ല, നമുക്ക് ഗ്രാജുവേറ്റ് ആയാലും മതി, അല്ലെങ്കിൽ PG ഉണ്ടെങ്കിലും ഏതുണ്ടെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മിനിമം നമുക്ക് എത്ര വേണം, 60% മാർക്കും വേണം. ആ ഒരു കാര്യം കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി SC/ST കാറ്റഗറീസിനാണെങ്കിൽ 55% മിനിമം മാർക്കും നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഹിന്ദി രാജ്ഭാഷ ഓഫീസർ ആ ഒരു പോസ്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, എസ്പെഷ്യലി ഹിന്ദി ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ എടുത്ത് പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഹിന്ദി ഡിഗ്രി എടുത്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്ട്. ഇനി പറയുന്നത് അവിടുത്തെ മിനിമം സ്കോർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 60% മാർക്ക് ഡിഗ്രി ലെവലിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല SC/ST ആണെങ്കിൽ 55% മാർക്കും അവിടെ കമ്പൽസറി ആയിട്ട് വേണം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ ഹിന്ദിയാണ് ഈ പറഞ്ഞ പോലെ ജനറലിസ്റ്റ് ഓഫീസറിന് നമുക്ക് ടോട്ടൽ വേക്കൻസി 285 വേക്കൻസി ഉണ്ട്. അതുപോലെ ഹിന്ദി രാജഭാഷ ഓഫീസറിന് വേണ്ടിയാണെങ്കിൽ 15 പോസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എക്സാംസിന് അപ്ലൈ ചെയ്യണം, പോയി എഴുതണം. അതിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ ലേസിനെസ്സോ അല്ലെങ്കിൽ മടിയൊന്നും വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഒരു അംഗത്തിന് ഇറങ്ങി തിരിച്ചു, നമ്മൾ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാം വേണ്ടി മാത്രമേ ഞാൻ എഴുതൂ അങ്ങനെയൊന്നുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. എല്ലാ എക്സാംസും എഴുതണം. കാര്യം ഇതിനകത്ത് ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എക്സാം ആയിരിക്കത്തില്ല കിട്ടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലൊരു എക്സാംസ് നമുക്ക് എഴുതി കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എക്സാമിന് അപ്ലൈ ചെയ്യണം, എഴുതണം. ഇനി അതിനകത്ത് വേറൊരു കാര്യം, ഏജ് നമ്മുടെ എത്രയാണ് മിനിമം ഏജ്, അല്ലെങ്കിൽ എത്ര ഏജ് ക്വാളിഫിക്കേഷൻ അല്ല, മിനിമം എത്ര ഏജ് വേണം അല്ലെങ്കിൽ മാക്സിമം എത്ര ഏജ് വേണം, ഈ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 30/11/2025 ആണ് നമ്മൾ ആ ഒരു ഡേറ്റ് നോക്കുന്നതെങ്കിൽ നമുക്ക് മിനിമം ഏജ് എത്ര വേണം, 21 വയസ്സായിരിക്കണം. നമ്മൾ ആ ഒരു ഡേറ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മിനിമം ഏജ് 21ഉം മാക്സിമം എത്ര ആയിരിക്കണം, 30 വയസ്സായിരിക്കും ഇവിടുത്തെ മാക്സിമം ഏജ്, അല്ലെങ്കിൽ ആ ഒരു ഏജിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, എസ്പെഷ്യലി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന ഏജ് റിലാക്സേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ജനറലി നമ്മൾ പറയുവാണെങ്കിൽ മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 21 ഇയേഴ്സും മാക്സിമം എത്ര ആയിരിക്കും, 30 ഇയേഴ്സും ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഏജ് ആ സോൺ 30/11/2025, അതായത് 30/11/2025 ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളുടെ ഏജ് എന്ന് പറയുന്നത് 21 ഏജ് മിനിമം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് എത്ര ആയിരിക്കും, 30 ഏജ് ആയിരിക്കും. അപ്പൊ ഏജിനെ പറ്റിയുള്ള എല്ലാ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഇനി എക്സാം ഫീസ്,
അപ്പൊ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാം ഫീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ജനറൽ ആയിട്ട് നോക്കുവാണെങ്കിൽ എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ 1000 രൂപയായിരിക്കും. പക്ഷേ SC ST PWBD കാൻഡിഡേറ്റ്സിന് RS 250 രൂപയായിരിക്കും എക്സാം ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സാം അത് മാത്രമല്ല, നമ്മൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പേയബിൾ ആ ഒരു എക്സാമിന് ഫീസ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തന്നിട്ടുണ്ട്. 1 ഡിസംബർ തൊട്ട് 15 ഡിസംബർ വരെ ആയിരിക്കും അതിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ടൈം പീരീഡിൽ തന്നെ എക്സാം അപ്ലൈ ചെയ്യുക. കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ നോക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ പേയ്മെന്റ് ഇഷ്യൂസ് ഒക്കെ വരും അല്ലേ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം അപ്ലൈ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ മെയിലിൽ എന്തെങ്കിലും ഒരു ഇത് കൺഫർമേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യണം. കാര്യം എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ എന്താ നമ്മൾ കറക്റ്റ് ആയിട്ട് രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ അവിടെ എറർ വരും. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ വെരിഫൈ ചെയ്യണം. എന്ത് എക്സാം അപ്ലൈ ചെയ്താലും നിങ്ങൾ തീർച്ചയായിട്ടും മെയിൽ ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടോ, നമ്മൾ എക്സാം അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ, അതുപോലെ പേയ്മെന്റ് ചെയ്തത് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി അതുപോലെ തന്നെ എസ്പെഷ്യലി കേരളത്തിൽ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിലിംസിന്റെ സെന്റേഴ്സ് വന്നിരിക്കുന്നത് എവിടേക്കാണ്? എറണാകുളം അല്ലെങ്കിൽ കൊച്ചി, പിന്നെ തിരുവനന്തപുരം, കോഴിക്കോട്. ഈ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ എക്സാം സെന്റേഴ്സ് വന്നിരിക്കുന്നത്. OICLAയോടെ പ്രിലിംസിന്റെ എക്സാം സെന്റർ വന്നിരിക്കുന്നത്. പക്ഷേ മെയിൻസിനാണെങ്കിൽ നമുക്ക് എറണാകുളം, കൊച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ എക്സാം സെന്റേഴ്സ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ 3 സെന്റേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വരാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് വേണമെങ്കിൽ സ്റ്റാർ ഇട്ട് അല്ലെ മാർക്ക് ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇവിടെ ബോണ്ട് ഉണ്ട്. അപ്പൊ മിനിമം പീരീഡ് എത്ര ആയിരിക്കണം? 4 വർഷമായിരിക്കണം ഇവിടെ എന്തെന്ന് പറഞ്ഞത് ബോണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്? 1 ഇയർ ഗ്രോസ് സാലറി ആയിരിക്കും നമുക്ക് പേ ചെയ്യേണ്ടിയിരിക്കുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കി, കാൻഡിഡേറ്റ് റിസൈനിങ് ഫ്രം ദ കമ്പനി ഡ്യൂറിംഗ് ദ പ്രൊബേഷൻ പീരീഡ് ആൻഡ് കാൻഡിഡേറ്റ് ഹൂസ് സർവീസ് ആർ terminated by the company during the probation period shall be liable to pay the salaries received by them during the entire service in the company, addition to an amount of 40,000 towards പാർഷ്യൽ കോസ്റ്റ് ഓഫ് ദി ട്രെയിനിങ്. അപ്പൊ ഇത്ര എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ജോലിക്ക് കയറി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊബൻഷൻ പീരീഡിൽ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് അവിടുന്ന് മാറണമെങ്കിൽ നമ്മൾ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 40,000 രൂപ എക്സ്ട്രാ എമൗണ്ടും അടക്കേണ്ടി വരും. കാര്യം അതൊരു ട്രെയിനിങ്ങിന്റെ പാർഷ്യൽ കോസ്റ്റ് നമ്മൾ അവിടെ അടക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ എന്തുണ്ട്? ബോണ്ട് ഉണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ബോണ്ട് ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എക്സാം അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് OICLAO എന്ന് പറഞ്ഞത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഒരു പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് ഫേം ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള റെപ്യൂട്ടേഷൻ അത്രയും ഉണ്ട്. നല്ലൊരു സാലറി പാക്കേജും കിട്ടും. നമുക്കൊരു നല്ലൊരു വില കിട്ടൂടെ? നമ്മൾ നാട്ടിൽ നമ്മുടെ അറിയത്തില്ലേ, നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു വില കിട്ടും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അപ്പൊ എല്ലാവരും എക്സാം അപ്ലൈ ചെയ്യുക. ടോട്ടൽ വേക്കൻസി ഒന്നും നോക്കണ്ട. 300 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതൊന്നും ഇരിക്കണ്ട. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. എന്നിട്ട് എക്സാം പോയി എഴുതണം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം എഴുതിയാൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം അല്ലെ? അടുത്ത വർഷം 2026 നമ്മൾ പുതിയ ഒരു നമ്മൾ ഒരുപാട് വാശിയും നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു വാശിയില്ലേ? അപ്പൊ അതിന് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഇങ്ങനത്തെ എക്സാംസ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ആ എക്സാംസ് കിട്ടും. അപ്പം തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക, എക്സാംസ് അപ്ലൈ ചെയ്യുക, എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നാളെ തീർച്ചയായിട്ടും IBPS RRB ക്ലർക്കിന്റെ ഒരു അരിത്തമെറ്റിക് സീരീസിന്റെ ഒരു നല്ല ക്ലാസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും പോയി എഴുതുക. ഓക്കെ ആണല്ലോ? സോറി, തീർച്ചയായിട്ടും എല്ലാവരും കാണണം. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.